നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ചിട്ട ഹിന്ദുത്വ സംഘം വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യമാണ് കാശി മഥുര ബാക്കി ഹേ എന്നത്. ബാബരി പള്ളിയുടെ ശ്മശാന ഭൂമികയിൽ പടുത്തുയർത്തിയ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഹിന്ദുത്വ സംഘത്തിൻ്റെ അടുത്ത പദയാത്ര വാരണസിയിലെ പള്ളിയിലേക്കാണ്. കാശിയിൽ മുഗൾ കാലത്ത് പണി കഴിപ്പിച്ച ഗ്യാൻവാപി അമ്പലം പൊളിച്ചുണ്ടാക്കിയ മസ്ജിദാണെന്നും അത് തിരികെ വേണമെന്നുമാണ് അവരുടെ ആവശ്യം. രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ സംഘപരിവാരം ആസൂത്രണം ചെയ്ത പദ്ധതി അതിവേഗത്തിൽ വിജയം തൊടുകയാണ്. നമ്മുടെ കോടതികളും നിയമനിർവഹണ സംവിധാനങ്ങളും പ്രതിപക്ഷ കക്ഷികളുമെല്ലാം രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ ഈ അഴിഞ്ഞാട്ടത്തെ നിർവികാരമായി കണ്ടു നിൽക്കുകയോ ഒത്താശ ചെയ്യുകയോ ചെയ്യുന്നു. ആരാധനാലയങ്ങളെ ചൊല്ലിയുള്ള അവകാശവാദങ്ങളും അക്രമങ്ങളുമായിരിക്കും ഇന്ത്യ നേരിടാൻ പോകുന്ന വലിയ വിപത്തെന്ന് മുന്നേ അറിഞ്ഞവർ ഉണ്ടാക്കിയ 91 പ്രതിരോധ നിയമത്തെ പടിക്ക് പുറത്താക്കാൻ കൂട്ടുനിൽക്കുന്നത് കോടതികൾ തന്നെയാണോ എന്ന് ഞെട്ടുന്നു നാം. തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും പരസ്പര വൈരത്തിൻ്റെ വിദ്വേഷ വിത്തുകൾ ആവശ്യമുള്ള സംഘം പുതിയൊരു പള്ളി കൂടി കൈയടക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം നിശബ്ദമായി പോകുന്നത് എന്തുകൊണ്ടാണ്? 1678 മുഗൾ രാജാവായ ഔറംഗസീബിൻ്റെ കാലത്ത് പണി കഴിപ്പിക്കപ്പെട്ടതാണ് ഗ്യാൻവാപി മസ്ജിദ്. അതിനു മുൻപ് അക്ബറിൻ്റെ കാലത്തായിരുന്നു അതിൻ്റെ പ്രാഥമിക നിർമ്മിതിയെന്നും പിന്നീട് ഔറംഗസീബ് അത് പുതുക്കി വലുതാക്കുകയും ചെയ്തുവെന്ന് ചരിത്രരേഖകൾ പറയുന്നുണ്ട്. പള്ളിയോട് ചേർന്ന് ഒരു മതിലിനപ്പുറമാണ് പ്രസിദ്ധമായ കാശി ക്ഷേത്രം. അമ്പലത്തിൻ്റെ നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നതിന് സമാനമായ തൂണുകൾ പള്ളിയിലും ചിലയിടത്തു കാണാം. അതുകൊണ്ട് തന്നെ അമ്പലം കയ്യേറി നിർമ്മിച്ച പള്ളിയാണെന്നും അത് പൊളിച്ചുമാറ്റി ക്ഷേത്രം വികസിപ്പിക്കാൻ അനുമതി വേണമെന്നുമാണ് ഹിന്ദുത്വരുടെ ആവശ്യം. അമ്പലം കയ്യേറിയാണ് പള്ളി നിർമ്മിച്ചത് എങ്കിൽ അന്നത്തെ സർവപ്രതാപികളായ മുഗൾ രാജാക്കന്മാർ എന്തിന് അമ്പലം അവിടെ നിലനിർത്തി? വർഗീയ ഭ്രാന്തന്മാരായ ഭരണാധികാരികളായിരുന്നുവെങ്കിൽ അവരെന്തിന് അവിടെ ഹിന്ദുക്കളുടെ ആരാധന അനുവദിച്ചു? ഇമാതിരി യുക്തിസഹമായ ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. മതഭ്രാന്ത് മൂത്തവരോട് യുക്തിയെക്കുറിച്ച് സംസാരിക്കാൻ പ്രയാസമായിരിക്കും. അക്ബറിൻ്റെ കാലത്ത് പ്രാദേശിക ഭരണാധികാരിയായിരുന്ന രാജാ മാൻസിംഗാണ് മതസൗഹാർദ്ദത്തിൻ്റെ അടയാളമെന്ന നിലയ്ക്ക് ഇരു മന്ദിരങ്ങളും ഒരുമിച്ച് സൃഷ്ടിച്ചതെന്നും അതിൽ മതവെറിയുടെ അംശങ്ങളേ ഇല്ല എന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഹിന്ദുത്വത്തിന് വേണ്ടത് സൗഹാർദ്ദമല്ല, വെറിയാണ്. രാജ്യത്തെ 3000-ഓളം മുസ്ലിം പള്ളികൾക്കുമേൽ ഇത്തരം കഥകളുടെ പിൻബലത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഹിന്ദുത്വ സംഘം. ബാബരി മസ്ജിദിൻ്റെ നടുവിലെ താഴികക്കുടത്തിൻ്റെ തൊട്ടു താഴെയാണ് രാമൻ ജനിച്ചു വീണതെന്ന് പ്രചരിപ്പിച്ചാണ് ആയിരക്കണക്കിന് വരുന്ന അക്രമികളെ പ്രകോപിതരാക്കി സംഘപരിവാരം പള്ളി പൊളിച്ചിട്ടത് എന്ന് നമുക്കറിയാം. അവർ പറഞ്ഞ ഒരു കഥയ്ക്കും ചരിത്രപരമായ തെളിവുകളോ നിയമപരമായ അടിത്തറയോ ഇല്ല എന്ന് കണ്ടെത്തിയത് നമ്മുടെ പരമോന്നത നീതിപീഠമാണ്. പക്ഷേ ആത്യന്തികമായി പള്ളി ഇരുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം പതിച്ചു കിട്ടി. പള്ളി പൊളിച്ച ഭീകരതയ്ക്കെതിരെ ഒരു നടപടിയും ഉണ്ടായുമില്ല. സംഘപരിവാരത്തിൻ്റെ ആത്മവിശ്വാസം 10 മടങ്ങ് ഏറിയിരിക്കുകയാണ്. രാജ്യത്തെ കോടതികളടക്കമുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ രാഷ്ട്രീയ പദ്ധതിക്കൊപ്പമുണ്ടെന്ന ഉറച്ച ബോധ്യവുമായി അവർ ആക്രമണോത്സുക പദസഞ്ചലനം വീണ്ടും തുടങ്ങുകയാണ്. അമ്പലത്തിൻ്റെയും പള്ളിയുടെയും ചരിത്രം പറയും മുൻപ് പറയേണ്ട ഏറ്റവും പ്രധാന സംഗതിയാണ് 1991 പാർലമെൻറ്റ് പാസ്സാക്കിയ ആരാധനാലയ നിയമം, ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് 1991. എന്താണത്? രാജ്യത്തെ ഏതെങ്കിലും ഒരു ആരാധനാലയം പരിവർത്തനം ചെയ്യുന്നത് തടയാനും ആരാധനാ കേന്ദ്രങ്ങളുടെ സ്വഭാവം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ നിലനിർത്താനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിഷ്കർഷിക്കാനും വേണ്ടിയുള്ളതാണ് 1991 ഈ നിയമം. 947 ഓഗസ്റ്റ് 15 ശേഷം ഒരു ആരാധനാലയത്തിൻ്റെ സ്വഭാവം നിലവിലുണ്ടായിരുന്നത് പോലെ തുടരുമെന്ന് നിയമത്തിൻ്റെ സെക്ഷൻ 4 പ്രത്യേകമായി പറയുന്നുണ്ട്.
ഏതെങ്കിലും ആരാധനാലയത്തെക്കുറിച്ച് അങ്ങനെ വല്ല തർക്കമോ കേസോ ഏതെങ്കിലും കോടതിയിലുണ്ടെങ്കിൽ അവയെല്ലാം ഇതോടെ അസാധുവായിരിക്കുന്നു എന്നാണ് ആ നിയമം പറയുന്നത്. ഒരു ആരാധനാലയത്തിന് മേൽ അവകാശവാദം ഉന്നയിക്കുന്ന പുതിയ കേസോ നിയമ നടപടികളോ ആലോചിക്കാൻ കഴിയില്ലെന്ന് സെക്ഷൻ 4(2) വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ നിയമവിരുദ്ധമായി പ്രശ്നങ്ങൾക്ക് ശ്രമിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യാമെന്നും കുറ്റക്കാർക്ക് 3 വർഷം തടവ് ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്നതാണ് നിയമം. സെക്ഷൻ 3 വ്യവസ്ഥ കൃത്യമാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും മതഘടകത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ആരാധനാലയമോ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ അതേ മതവിഭാഗത്തിൻ്റെ മറ്റേതെങ്കിലും ഘടകത്തിനോ മറ്റേതെങ്കിലും മതവിഭാഗത്തിനോ അവരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കഴിയില്ല. അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ ഒരാൾക്കും അവകാശമോ അധികാരമോ ഉണ്ടായിരിക്കുന്നതല്ല. 91 ആ നിയമം പാസാക്കുമ്പോൾ അതിൽ നിന്ന് ഇളവ് കൊടുത്തത് ബാബരി കേസിന് മാത്രമായിരുന്നു. കാരണം ഒരു സുപ്രഭാതത്തിൽ അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു നിയമം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയാത്ത വിധം ആ പ്രശ്നം അന്ന് വലുതായി മാറിക്കഴിഞ്ഞിരുന്നു. അന്ന് ഈ ബിൽ അവതരിപ്പിച്ച BS ചൗഹാൻ സുപ്രധാനമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരാധനാലയങ്ങളുടെ പരിവർത്തനവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ ഉയർന്നു വരാനിടയുള്ള വിവാദങ്ങൾ പരിഗണിച്ച് ഈ നിയമം ഉണ്ടാക്കുക എന്നത് നമ്മെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ഏതെങ്കിലും ആരാധനാലയത്തിൻ്റെ പേരിൽ പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഈ നിയമം തടയുമെന്നാണ് അന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. പക്ഷേ 3 പതിറ്റാണ്ട് പിന്നിട്ട ഇന്ത്യയിലെ കോടതികൾ ആ നിയമത്തെ നോക്കുകുത്തിയാക്കുകയാണോ? 947 ശേഷം ആരാധനാലയങ്ങൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തുടരണമെന്നും ഈ ഹർജികൾ നിലനിൽക്കില്ലെന്നും പറയേണ്ടിയിരുന്ന കോടതി പക്ഷേ പള്ളിക്കുള്ളിൽ ഹിന്ദു പാരമ്പര്യത്തിൻ്റെ അടയാളങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ കമ്മീഷനെ നിയോഗിക്കുകയാണ് ചെയ്തത്. പരിശോധന പൂർത്തിയാവും മുൻപേ അവിടെ കയറി ആരാധന നടത്താൻ മറ്റൊരു വിഭാഗത്തിന് അനുമതി കൊടുക്കുന്നു നമ്മുടെ കോടതികൾ. നോക്കൂ, ബാബരി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ കോടതി 91 ആരാധനാലയ നിയമത്തെ പിന്തുണച്ചുകൊണ്ട് ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന ആത്മവിശ്വാസം എല്ലാവർക്കും നൽകുന്നതാണ് പാർലമെൻറ്റ് കൊണ്ടുവന്ന നിയമമെന്നാണ് അന്ന് കോടതി അടിവരയിട്ടത്. ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകളിലൊന്നായ മതേതരത്വം സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത നിയമമെന്ന് കോടതി കൃത്യമായി പറഞ്ഞു. എന്നിട്ടും ഇങ്ങനെ ഒരു കേസ് പുതുതായി കോടതിയുടെ മേശപ്പുറത്തുണ്ടായി. അതിന്മേൽ പലവിധ വാദങ്ങളുണ്ടായി. കോടതിയിൽ എന്ത് തീർപ്പുണ്ടായാലും അതൊരു ദേശീയ ശ്രദ്ധയുള്ള വിഷയമാക്കി വികസിപ്പിച്ചെടുക്കുന്നതിൽ അതിൻ്റെ അണിയറക്കാർ വിജയിച്ചു എന്ന് തന്നെ പറയണം. 2000 വർഷം മുൻപ് വിക്രമാദിത്യൻ നിർമ്മിച്ച ക്ഷേത്രം തകർത്താണ് ഔറംഗസീബ് ഗ്യാൻവാപ്പി മസ്ജിദ് ഉണ്ടാക്കിയത് എന്നതാണ് ഹർജിക്കാരുടെ വാദം. പള്ളിക്കകത്ത് 12 ജ്യോതിർലിംഗങ്ങളുണ്ടെന്നും അതിനകത്ത് പൂജ നടത്താൻ അനുമതി വേണമെന്നും അവർ കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് പരിശോധിക്കാൻ ഉത്തരവിടുകയാണ് കോടതി. ഗ്യാൻവാപ്പി മസ്ജിദ് ഭാരവാഹികൾ ഹാജരാക്കിയ റവന്യൂ രേഖകൾ, ഉടമസ്ഥാവകാശത്തിൻ്റെ ഡോക്യുമെൻറ്റുകൾ ഇതൊന്നും കോടതി പരിഗണിച്ചില്ല. അല്ലെങ്കിൽ അതിലൊന്നും കോടതിക്ക് തൃപ്തി വരുന്നില്ല. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അങ്ങനെ അടിയാധാരം തോണ്ടുന്ന ഏതെങ്കിലും ഒരു പരിശോധനയ്ക്ക് ഉത്തരവിടാൻ നിലവിലെ നിയമപ്രകാരം ഇന്ത്യയിൽ ഒരു കോടതിക്കും കഴിയില്ല. ക്ഷേത്രഭാഗങ്ങൾ പള്ളിക്കകത്തുണ്ടെന്ന് ഹർജിക്കാർ പറഞ്ഞതോടെ വീഡിയോ സർവേ നടത്താൻ നിർദ്ദേശിക്കുന്നത് പ്രാദേശിക കോടതിയാണ്. 3 ദിവസം നീണ്ട വീഡിയോ പരിശോധന കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ശിവലിംഗം കണ്ടെത്തിയെന്ന ബഹളവുമായി ഹർജിക്കാരൻ കോടതിയിലെത്തി. അത് മാധ്യമങ്ങളോട് അലമുറയിട്ടു പറഞ്ഞു. മാധ്യമങ്ങൾ അത് പെരുമ്പറ കൊട്ടിയതോടെ മസ്ജിദിലെ ആ ഭാഗം അടച്ചിടാൻ കോടതി ഉത്തരവിടുകയാണ്. പള്ളിക്കകത്ത് അംഗശുദ്ധി വരുത്താൻ നിർമ്മിച്ച ചെറു ടാങ്കിന് നടുവിലെ കോൺക്രീറ്റ് സ്തൂപം കണ്ടിട്ടാണ് അത് ശിവലിംഗമാണെന്ന് ഹർജിക്കാരൻ നിലവിളിക്കുന്നത് എന്നോർക്കണം. ഒടുക്കം ഒരു മുസ്ലിം പള്ളിക്കകത്ത് മറ്റൊരു മതവിഭാഗത്തിനും പ്രാർത്ഥന നിർവഹിക്കാമെന്ന വിചിത്രവും വിപത്കരവുമായ വിധി പറയുന്നു കോടതി. കോടതിയിൽ സമർപ്പിച്ച കമ്മീഷൻ റിപ്പോർട്ട്
അതിവേഗം മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയത് എടുത്തു പറയേണ്ട ഒരു ഗൗരവ സംഗതിയാണ്. പള്ളിക്കുള്ളിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന തരത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ചോർന്നത് തന്നെ സാമുദായിക സൗഹൃദം തകർക്കുന്നതിൻ്റെ ഭാഗമായല്ലേ എന്ന് ഹർജിക്കാർ ചോദിക്കുന്നു. ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ ഈ ഇടപാടുകൾ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പള്ളി കമ്മിറ്റി പരമോന്നത കോടതിയെ സമീപിച്ചത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഇപ്പോൾ തന്നെ 91 ആരാധനാലയ നിയമം ലംഘിക്കപ്പെട്ടുവെന്ന് പള്ളി കമ്മിറ്റി കോടതിയിൽ പറഞ്ഞു. പഴയ സ്ഥിതി തുടരാൻ അനുവദിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ നിർഭാഗ്യകരം കോടതി അത് പരിഗണിച്ചില്ല. സത്യസന്ധമായ തീരുമാനം മാത്രമേ കൈക്കൊള്ളൂവെന്നും എല്ലാവർക്കും നീതി ഉറപ്പാക്കുമെന്നും പറഞ്ഞ് കോടതി കേസ് മാറ്റിവെച്ചു. അതായത് ഹർജികൾ ജില്ലാ കോടതിക്ക് വിടുക വഴി ഇത്തരം അവകാശവാദങ്ങളുമായി ആർക്കും കോടതികളിൽ വരാം എന്ന കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ് പരമോന്നത കോടതി ചെയ്തത്. 91 നിയമം ഫലത്തിൽ അസാധു ആവുകയാണ്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കാറ്റിൽ പറന്നു കഴിഞ്ഞു. ഇപ്പോൾ പള്ളിയിൽ പൂജ നടത്താനുള്ള ഉത്തരവ് പോലും സുപ്രീം കോടതിയുടെ മുന്നിലെത്തിച്ചുവെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. പരമോന്നത കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ ഇങ്ങനെ ഒരു പൂജാ ഉത്തരവ് വരുന്നതെങ്ങനെ എന്ന ചോദ്യം പോലും സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായില്ല. തെളിവുകളൊന്നും തേടാതെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അവകാശവാദങ്ങൾ കീഴ്ക്കോടതി അംഗീകരിച്ചു എന്നതാണ് ഈ കഥയിലെ ഏറ്റവും അപകടകരമായ സംഗതി. 7 ദിവസത്തിനകം പള്ളിയുടെ നിലവറയ്ക്കുള്ളിൽ പൂജയ്ക്കും മറ്റ് ഹൈന്ദവ പ്രവർത്തനങ്ങൾക്കും ക്രമീകരണങ്ങൾ ചെയ്യാനാണ് ജില്ലാ ജഡ്ജി അജയ് കൃഷ്ണ വിശ്വേശ്വര ജില്ലാ ഭരണകൂടത്തോട് നിർദ്ദേശിച്ചത്. വിരമിക്കുന്നതിന് 1 ദിവസം മാത്രം ശേഷിക്കെ അജയ് കൃഷ്ണ പുറപ്പെടുവിച്ച ഉത്തരവ് നീതിബോധമുള്ള മനുഷ്യരെയെല്ലാം ഞെട്ടിച്ചു. 7 ദിവസമാണ് സമയം കൊടുത്തതെങ്കിലും 9 മണിക്കൂറിനകം തന്നെ പൂജ തുടങ്ങി ഹർജിക്കാരുടെ ആളുകൾ. 30 വർഷത്തിനു ശേഷം ഗ്യാൻവാപിയിൽ വീണ്ടും പൂജ നടത്താൻ അനുമതിയെന്ന് കേരളത്തിലേതടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്ത വന്നു. 30 വർഷത്തിന് മുൻപ് പള്ളിക്കകത്ത് ആര് പൂജ നടത്തിയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. വ്യാജത്തിന് കൂട്ടുപിടിക്കാൻ മാധ്യമങ്ങളെ കിട്ടുന്നു എന്നത് ഇന്ത്യയിൽ പുതിയ കാര്യമൊന്നുമല്ല. വ്യാസ് കുടുംബത്തിലെ ഒരംഗവും നിലവറയിൽ പൂജ നടത്തിയിട്ടില്ലെന്ന് രേഖാമൂലമുള്ള അപേക്ഷകളിൽ മസ്ജിദ് കമ്മിറ്റി അറിയിച്ചുവെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഹർജിക്കാർ ആരോപിക്കുന്ന തരത്തിൽ ഒരു വിഗ്രഹവും അവിടെ ഇല്ലെന്നും നിലവറയിൽ തൻ്റെ കുടുംബത്തിൻ്റെ പൂർവികർക്ക് തൊഴിലുണ്ടായിരുന്നു എന്ന ഹർജിക്കാരൻ്റെ അവകാശവാദം പൊള്ളയാണെന്നും കമ്മിറ്റി തെളിവുകൾ നിരത്തി പറഞ്ഞു. ആ നിലവറ എല്ലാ കാലത്തും മസ്ജിദ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലായിരുന്നു എന്നത് ചരിത്ര വസ്തുതയാണ്. പക്ഷേ അതൊന്നും പരിശോധിക്കാൻ കോടതി മെനക്കെട്ടില്ല. കോടതി ഉത്തരവിനെ ചരിത്രപരമെന്നാണ് ഹിന്ദു കക്ഷികളുടെ അഭിഭാഷകൻ വിശേഷിപ്പിച്ചത്. മസ്ജിദിൻ്റെ ഉടമസ്ഥാവകാശം നേടുന്നതിനുള്ള ഹിന്ദുക്കളുടെ ആദ്യ ചുവടുവയ്പ്പാണിതെന്ന് വിഷ്ണു ശങ്കർ ജെയിൻ പറയുന്നു. 1986 ഫെബ്രുവരി 1 ബാബരി തർക്കകാലത്ത് ജസ്റ്റിസ് KM പാണ്ഡെ പള്ളിയുടെ പൂട്ടുകൾ തുറക്കാൻ ഉത്തരവിട്ടതിന് സമാനമാണിതെന്നും ഇത് വഴിത്തിരിവാണെന്നും ഊറ്റം കൊള്ളുന്നു ഹർജിക്കാർ. അല്ലെങ്കിലും ഇത് ബാബരി കഥയുടെ ആവർത്തനമാണെന്ന് അറിയാത്തവരായി ആരെങ്കിലുമുണ്ടോ? പക്ഷേ ബാബരിയുടെ പതനത്തേക്കാൾ വേഗത്തിൽ വിജയമാർജിക്കാൻ ഹിന്ദുത്വർക്ക് കഴിയുന്നു എന്ന പ്രത്യേകത ഇവിടെയുണ്ട്. രക്തരൂക്ഷിതമായ രഥയാത്രകളും കലാപങ്ങളുമൊന്നും വേണ്ടി വരുന്നില്ല. ഇന്ത്യൻ മതേതരത്വം അതിവേഗം സംഘപരിവാരത്തിന് കീഴ്പ്പെട്ടു കൊടുക്കുന്നു ഇവിടെ. പള്ളി പൊളിക്കണമെന്നല്ല, പള്ളിയിൽ ആരാധനയ്ക്ക് അവകാശം വേണമെന്നാണ് ഹിന്ദുത്വത്തിൻ്റെ ആവശ്യം. അത് സാധ്യമായി കഴിഞ്ഞു. അതിവേഗം പൂർത്തിയായ കർസേവ. ബാബരി മസ്ജിദ് പൊളിച്ച ഇടത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോടെ രാജ്യത്താകമാനം കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഇതൊരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമാണോ എന്ന് സംശയിക്കുന്നവരിൽ പ്രതിപക്ഷ കക്ഷികൾ പോലുമുണ്ട്. ക്ഷേത്രം നിർമ്മിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയം ഭീകരാക്രമണത്തിലൂടെ പൊളിച്ചുകൊണ്ടാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന കക്ഷികളൊന്നും മുന്നോട്ട് വന്നില്ല. എന്നു മാത്രമല്ല, അവരെല്ലാവരും ഊഴം വെച്ച് രാമക്ഷേത്ര സന്ദർശനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാമൻ ജനിച്ചിടത്ത് ക്ഷേത്രമുണ്ടാവുക എന്നത് ഹിന്ദുക്കളുടെ സ്വപ്നമാണെന്നും മുസ്ലിങ്ങൾ സ്വയമേ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്തിരുന്നു എങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നും പറഞ്ഞത് മുതിർന്ന കോൺഗ്രസ് നേതാവും ചരിത്ര കുതുകിയുമായ ശശി തരൂരാണ്.
ബാബരി മസ്ജിദ് ഇരുന്നിടത്താണ് രാമൻ ജനിച്ചത് എന്നും അവിടെ ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും ആര് പ്രചരിപ്പിച്ചതാണ് മിസ്റ്റർ തരൂർ? അത് രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡയാണെന്നറിയാത്ത ആളാണോ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള താങ്കൾ? പള്ളിക്കകത്ത് കലാപലക്ഷ്യത്തോടെ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതെടുത്ത് നദിയിലെറിയൂ എന്ന് പറഞ്ഞയാളാണ് നെഹ്റു എന്നതുപോലും ശശി തരൂർമാർ സൗകര്യപൂർവ്വം മറക്കുന്നു. ഹിന്ദുത്വം ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ, അവർ മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾ ഹിന്ദുക്കളുടെ ആകെ മുദ്രാവാക്യമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിൽ കോൺഗ്രസ്സുകാർ പോലും പങ്കുവഹിക്കുന്നു. അപ്പോൾ പിന്നെ അവരെങ്ങനെ ഗ്യാൻവാപി പള്ളിക്ക് വേണ്ടി ശബ്ദിക്കും? കോൺഗ്രസ് മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിലെ മുൻനിര കളിക്കാരായ മിക്ക കക്ഷികളും മോദിയും സംഘവും സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഹിന്ദുത്വ ദേശീയതയ്ക്കകത്ത് കുരുങ്ങി മൗനമാവുകയാണ്. പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകവേ BJPയുടെ മനസ്സിലുള്ള പ്രധാന സംഗതികളിലൊന്ന് കാശിയാണെന്ന് നിസ്സംശയം കരുതാം. ഗുജറാത്തിയായ നരേന്ദ്രമോദി അവിടുത്തെ ഏതെങ്കിലും ഒരു സുരക്ഷിത ഇടത്തു മത്സരിക്കാതെ വാരാണസി തെരഞ്ഞെടുക്കുന്നത് മുതൽ ആ രാഷ്ട്രീയ പദ്ധതി നമുക്ക് കാണാം. കാശി നവീകരണ പദ്ധതി അയോധ്യ പദ്ധതിക്ക് തുല്യമായ മറ്റൊരു ആലോചിച്ചുറപ്പിച്ച നീക്കമാണ്. ആ പദ്ധതിക്ക് തറക്കല്ലിട്ടതിൻ്റെ പിറ്റേന്ന് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ മോദി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പൈതൃക ലൈബ്രറിയും ഭക്തർക്കുള്ള കടകളും വിവിധ ഓഫീസുകളും പ്രകടന സ്ഥലവും തുടങ്ങി ആ പ്രദേശത്തെ നിർമ്മിതികൾ ഓരോന്നും പ്രത്യേകം പേര് രേഖപ്പെടുത്തി വിവരിക്കുന്നുവെങ്കിലും ഗ്യാൻവാപി പള്ളി മാത്രം അതിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. ദശാബ്ദങ്ങളായി ഹിന്ദു വലതുപക്ഷം ഗ്യാൻവാപി മസ്ജിദ് സ്ഥലത്തിന് അവകാശം ഉന്നയിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അത് പൈതൃക ദേശമായി മോദിയുടെ വീഡിയോയിൽ വരാൻ ഒരു സാധ്യതയുമില്ലല്ലോ. കാശി വിശ്വനാഥ് ഇടനാഴി ഹിന്ദുത്വർക്ക് അവരുടെ ശ്രമങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു സുവർണാവസരവും കൂടി നൽകുന്നുണ്ട്. ചരിത്ര സത്യങ്ങൾ ആർക്കും മൂടിവെക്കാനാകില്ലെന്നും അത് പുറത്തു വരാൻ സമയമായെന്നുമാണ് RSS ഈ സംഭവ വികാസങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇടനാഴിക്ക് തറക്കല്ലിട്ടപ്പോൾ ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ പിടിയിൽ നിന്ന് ഈ പദ്ധതി ശിവനെ മോചിപ്പിച്ചതായി മോദി തൻ്റെ പ്രസംഗത്തിൽ അവകാശപ്പെടുന്നുണ്ട്. ശിവന് വേണ്ടിയുള്ള വിമോചന ദിനമെന്നാണ് അദ്ദേഹം പരിപാടിയെ വിശേഷിപ്പിച്ചത്. നൂറ്റാണ്ടുകളായി ശത്രുക്കൾ ഈ പ്രദേശത്ത് അവരുടെ ദൃഷ്ടി പതിച്ചിരുന്നു. പലതവണ ഇത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുക വഴി രാഷ്ട്രീയ ലക്ഷ്യം മോദിയും BJPയും കൃത്യപ്പെടുത്തുന്നു. 2 പതിറ്റാണ്ട് മുൻപ് സംഭവിച്ച ഒരു സംഗതിയുണ്ട്. കാശി ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് തലവൻ SK പാണ്ഡെ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ശിവലിംഗമെടുത്ത് പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് എറിഞ്ഞു. സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു അത്. പക്ഷേ കാര്യങ്ങൾ കുഴപ്പത്തിലേക്ക് പോകും മുൻപ് ജില്ലാ മജിസ്ട്രേറ്റ് ഇടപെട്ട് ക്ഷേത്ര എക്സിക്യൂട്ടീവിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കി. 2018 ഒക്ടോബർ 25 ഒരു സർക്കാർ കരാറുകാരൻ മസ്ജിദിൻ്റെ സ്ഥലത്തിൻ്റെ വടക്കുവശത്തുള്ള അതിർത്തി ഭിത്തി പൊളിച്ചു കളഞ്ഞു. സംഭവം വലിയ ഭീതി ഉണ്ടാക്കി. അവിടെ ജില്ലാ ഭരണകൂടം ഒറ്റ രാത്രി കൊണ്ട് തന്നെ മതിൽ പുനർനിർമ്മിച്ചു. ആ മതിൽ പൊളിക്കലിൻ്റെയും അതിവേഗം പുനർനിർമ്മിച്ചതിൻ്റെയും ഉദ്ദേശ്യം പലതായിരുന്നുവെന്ന് സംശയിക്കുന്നവർ പ്രദേശത്തുണ്ട്. പള്ളി കീഴടക്കാനുള്ള പലവിധ കുൽസിത പരിശ്രമങ്ങളാണ് ഇക്കാലത്തിനിടയ്ക്ക് അവിടെ ഹിന്ദുത്വർ ചെയ്തത്. ആദ്യം വേണ്ടത് വ്യാജ ചരിത്രവും അതിനൊപ്പിച്ചുള്ള വ്യാജ തെളിവുണ്ടാക്കലുമാണെന്ന് അറിയാവുന്ന അവർ കാലങ്ങളായി അതിനുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശിയിലെ നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന് എത്തുന്നതിന് തൊട്ടു മുൻപ് ഒരു സംഘം പ്രദേശവാസികൾ ദുരൂഹമായ സാഹചര്യത്തിൽ അവിടെ പിടിക്കപ്പെട്ടിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്യാൻവാപി പള്ളിയുടെ വടക്കേ ഭിത്തിക്ക് സമീപം ഒരു പഴയ നന്ദി വിഗ്രഹം കുഴിച്ചിടാനായിരുന്നു അവരുടെ ശ്രമം. 1949 ബാബരി മസ്ജിദിലേക്ക് രാമവിഗ്രഹം കടത്തിയതിന് സമാനമായ സംഭവം വാരാണസിയിലെ ഹിന്ദുത്വരുടെ ശ്രമം പക്ഷേ കൈയോടെ പിടിക്കപ്പെട്ടു. പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന നരേന്ദ്രമോദിയുടെ ടേക്ക് ഓഫ് പോയിൻ്റാണ് കാശി. അവിടെ നിന്ന് നാം പലതും ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. അയോധ്യ തോ സിർഫ് ജംഗി ഹേ, കാശി മഥുര ബാക്കി ഹേ. അയോധ്യ ഒരു തുടക്കം മാത്രമാണെന്നും കാശിയും മഥുരയും ബാക്കിയുണ്ടെന്നും ഹിന്ദുത്വവാദികൾ അന്നേ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മഥുരയിലും ഇതാ അവർ ഒരു ചുവട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. പള്ളിയിൽ സർവേ നടത്തണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയെങ്കിലും ഹിന്ദുത്വർക്ക് പ്രതീക്ഷ അവശേഷിക്കുന്നുണ്ട്. കാരണം 1991 നിയമപ്രകാരം ഇങ്ങനെ ഒരു ഹർജി അംഗീകരിക്കാൻ കഴിയില്ല എന്നല്ല കോടതി പറഞ്ഞത്. മറിച്ച്
ഹർജി അവ്യക്തമാണെന്നായിരുന്നു കോടതിയുടെ വിശദീകരണം. അതായത് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാക്കി ഒരു ഹർജി കൊടുത്താൽ കോടതി പള്ളി കുഴിക്കാൻ ഒരു പക്ഷേ ഉത്തരവിട്ടേക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. ബാബർ പള്ളി പണിതത് രാമക്ഷേത്രം തകർത്തുകൊണ്ടാണ് എന്നാണ് ആരോപണമെങ്കിൽ ഔറംഗസീബ് കൃഷ്ണ ജന്മഭൂമിയിലെ കേശവദേവ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് മഥുരയിലെ ഈദ്ഗാഹ് പള്ളി പണിതത് എന്നാണ് ആരോപണം. പല ഘട്ടങ്ങളിലും അവകാശവാദം ഉയർന്നുവെങ്കിലും ശ്രീകൃഷ്ണ ജന്മഭൂമി ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടതോടെയാണ് സംഗതി വലുതായത്. 70കളിൽ ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സൻസ്ഥൻ എന്ന പേരിൽ ഈ മൂവ്മെൻറ്റിനെ അവർ സജീവമാക്കി. ഭൂമിക്കുമേൽ അവകാശവാദം ഉന്നയിക്കുകയും തർക്കമായി മാറുകയും ചെയ്തതോടെ 1974 കോടതി വ്യവസ്ഥകളോടെ മുസ്ലിങ്ങൾക്കും ട്രസ്റ്റിനുമായി ഭൂമി വിഭജിച്ചത് അംഗീകരിച്ച് പ്രശ്നം തീർത്തു. ബാബരി മസ്ജിദ് അവകാശവാദത്തിൽ വിജയം വരിക്കാമെന്നായതോടെയാണ് ഈദ്ഗാഹ് മസ്ജിദിന് താഴെ പഴയ ക്ഷേത്രാവശിഷ്ടങ്ങളുണ്ടെന്നും അത് കണ്ടെത്തി അമ്പലം നിർമ്മിക്കണമെന്നുമുള്ള ആവശ്യം അവർ വീണ്ടും ശക്തമാക്കിയത്. അങ്ങനെ മുൻപ് തള്ളിയ ഹർജി മഥുരയിലെ കോടതി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. 91 നിയമമനുസരിച്ച് ഈ തർക്കം അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞ കോടതി തന്നെയാണ് പുതിയ സാഹചര്യത്തിൽ ഹർജി സ്വീകരിച്ചത് എന്നോർക്കണം. ഭരണഘടനയിലെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തി ഹർജി എടുക്കാമെന്നാണ് മഥുര കോടതിയുടെ വിശദീകരണം. നിലനിൽക്കുന്ന ഒരു നിയമത്തിന് മുകളിലൂടെ ഭരണഘടനാവാദം പറയേണ്ട ചുമതല ഭരണഘടനാ കോടതിക്കാണ്. കീഴ്ക്കോടതികളല്ല അത് പറയേണ്ടത്. പക്ഷേ അതൊന്നും ഇവിടെ ബാധകമല്ലാതായിരിക്കുന്നു. അയോധ്യയും കാശിയും മഥുരയുമാണ് മുദ്രാവാക്യങ്ങളിൽ ഉയർന്നു കേൾക്കുകയെങ്കിലും നിരവധി പള്ളികളുടെ പട്ടിക തയ്യാറാക്കിയുള്ള നീക്കങ്ങൾ ഹിന്ദുത്വ സംഘടനകൾ സജീവമാക്കിയിട്ടുണ്ട്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളും വ്യാജ ചരിത്ര നിർമ്മിതിയുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കുത്തബ് മിനാറും താജ്മഹലും പോലും മാറ്റിപ്പണിയേണ്ട കെട്ടിടങ്ങളുടെ പട്ടികയിലുണ്ട് എന്നതാണ് അത്ഭുതകരമായ കാര്യം. ഗുജറാത്തിലെ സിദ്ധാപൂരിലെ ജാമിയ മസ്ജിദ് രുദ്രമഹാലയ ക്ഷേത്രമാണെന്ന അവകാശവാദം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. 1358 പശ്ചിമ ബംഗാളിലെ പാണ്ഡുവയിൽ സിക്കന്ദർ ഷാ നിർമ്മിച്ച അദീന മസ്ജിദും ഹിന്ദു ക്ഷേത്രമാണെന്ന് ഒരു വിഭാഗം ആരോപണമുയർത്തിക്കഴിഞ്ഞു. പള്ളിയിലെ കൊത്തുപണികൾക്ക് ഹൈന്ദവ സംസ്കാരവുമായി ബന്ധമുണ്ടെന്നും മറ്റുമാണ് വാദം. 700 വർഷത്തിൻ്റെ ചരിത്രമുള്ള മധ്യപ്രദേശിലെ കമാൽ മൗല പള്ളി സരസ്വതി ക്ഷേത്രമായിരുന്നുവെന്ന്, മധ്യപ്രദേശിലെ തന്നെ ഭീജാമണ്ഡൽ പള്ളിക്കും ക്ഷേത്ര പാരമ്പര്യമുണ്ടെന്ന്, അഹമ്മദാബാദിലെ ജുമുഅ മസ്ജിദ് കാളി ക്ഷേത്രമാണെന്ന്, അങ്ങനെ നീളുന്നു ആരോപണങ്ങൾ. താജ്മഹൽ തേജോ മഹാലയ ക്ഷേത്രമാണെന്ന് ആരോപിച്ച് കോടതിയെ സമീപിച്ചത് ഒരു BJP നേതാവാണ്. കുത്തബ് മിനാർ ധ്രുവസ്തംഭമാണെന്ന് വാദിച്ച് അവിടെ സമരം ചെയ്തവരെ നാം കണ്ടു. ചരിത്രത്തെയും നിയമത്തെയും കുറിച്ച് സംസാരിക്കേണ്ട മാധ്യമങ്ങൾ പോലും നമ്മുടെ മതനിരപേക്ഷ റിപ്പബ്ലിക്കിനോട് മഹാദ്രോഹ നിലപാടാണ് ഈ കാലത്ത് ചെയ്യുന്നത്. വസ്തുതകൾക്കും ചരിത്ര സത്യങ്ങൾക്കും നിയമവ്യവസ്ഥയ്ക്കുമൊപ്പം നിൽക്കേണ്ട ഇന്ത്യയിലെ മാധ്യമങ്ങൾ വിഭജന രാഷ്ട്രീയത്തിന് കുഴലൂതുന്നു. അത് അയോധ്യയിലായാലും വാരാണസിയിലായാലും. ബാബരി മസ്ജിദ് ധ്വംസനത്തിലേക്കെത്തിയ സംഭവങ്ങളുടെ സമാനത ഇവിടെയും കാണാം. സംഘപരിവാർ അധികാരത്തിൽ ഇല്ലാതിരുന്ന കാലത്താണ് അങ്ങനെയൊന്നിനെ ഊതിപ്പെരിപ്പിച്ച് കലാപകലുഷിതമാക്കി ഒടുവിൽ ആ പള്ളി പൊളിച്ചിട്ടത്. ഇന്ന് ഹിന്ദുത്വർ അധികാരമുള്ള സർവപ്രതാപികളാണ്. അവർ വിദ്വേഷത്തിൻ്റെ വലിയ വിത്തുകൾ അതിവേഗം പാകി മുളപ്പിക്കുന്നുണ്ട്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇന്ത്യ പുതിയൊരു സന്ദർഭത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണകൂടം നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ആരാധനാലയങ്ങളുടെ പേരിൽ അക്രമങ്ങളും കലാപങ്ങളും നിറഞ്ഞ സമാധാനം കിട്ടാക്കനിയായ ഒരു സമൂഹമാക്കി നമ്മെ മാറ്റിയിട്ട് അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ പണിയെടുക്കുന്നവരെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണ്ടേ? എല്ലാം സാധാരണമാക്കപ്പെട്ടു എന്ന നിലയ്ക്ക് കീഴ്പ്പെട്ടാൽ വരാനിരിക്കുന്നത് വെളിച്ചം കെട്ടുപോയൊരു കാലമായിരിക്കുമെന്നും നിലവിളികളല്ലാതെ മറ്റൊന്നും ബാക്കിയുണ്ടാവില്ല എന്നും നാം ഓർക്കേണ്ടതുണ്ട്. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.